നമസ്കാരം. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് മുണ്ടക്കയും ചൂരൽമലയുമൊക്കെ കരകയറുന്നതേയുള്ളൂ. നടുക്കുന്ന ഓർമ്മയാണ് ദുരന്ത ബാധിതർക്ക് ഇപ്പോഴും അത്. ഉരുൾപൊട്ടലിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട്. നാട് മുഴുവൻ ഇപ്പോൾ ഒപ്പം നിൽക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വാഗ്ദാനങ്ങൾ മാത്രം പോരാ. പ്രതിസന്ധികളെ മറികടന്ന് ജീവിതത്തിലേക്ക് മടങ്ങാൻ ആ ജനതയുടെ കൂടെ നിൽക്കണം. ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുകയാണ് ആദ്യം അതിജീവന. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ 24-ന്. ചൂരൽമലയിലെ കടയിലെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ദുരന്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങൾ. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുർജിത്ത് അയ്യപ്പത്തുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സുർജിത്ത്, നടുക്കുന്ന ഓർമ്മയാണ് ഉരുൾപൊട്ടൽ. ആ ദുരന്തത്തിന്റെ ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എത്ര ഭയാനകമായിരുന്നു അവിടുത്തെ സ്ഥിതി എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ. എന്തൊക്കെയാണ് വിവരങ്ങൾ സുർജിത്ത്? ഉന്മേഷ്, ചൂരൽമല ജംഗ്ഷനിലെ 2 കടകളിലെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒന്ന്, ഈ ചൂരൽമല നേരത്തെ പാലമുണ്ടായിരുന്ന, ഇപ്പോൾ ബെയിലി പാലമുള്ള ആ പ്രദേശത്തോട് ചേർന്ന് ഒത്ത നഗരത്തിലുള്ള വെള്ളാർമല സ്കൂളിൻ്റെയൊക്കെ അടുത്തുള്ള അഷറഫ് എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള കടയായിരുന്നു. അവിടെ 20 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളാണ് നശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക കണക്കെടുപ്പ്. അവിടുത്തെ ഒരു ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അവിടുത്തെ പല ഉപകരണങ്ങളും ഇങ്ങനെ വെള്ളം കയറി, ചെളി കയറി അത് തകർന്നു പോകുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത്. മറ്റൊരു ദൃശ്യം എന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ലൈമ എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയുടെ ബോർമയടക്കം അതിൻ്റെ താഴ്ഭാഗത്താണ്. ഈ ബേക്കറി ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുന്ന അവിടേക്ക് വെള്ളം ഇരച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. 60 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ ഉപകരണങ്ങളായും മറ്റ് അനുബന്ധ വസ്തുക്കളായും എല്ലാം തന്നെ നശിച്ചിട്ടുണ്ട്. അത്തരത്തിൽ 2 ദൃശ്യങ്ങളാണ് ഇന്ന് പ്രധാനമായും പുറത്ത് വന്നിട്ടുള്ളത്. അത് ഇവിടുത്തെ ഈ ചൂരൽമല ജംഗ്ഷനിലെ ഒത്ത നടുവിലുള്ള കടയാണ്. ആ കടകളിൽ ഒന്ന്, ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ച ദൃശ്യങ്ങളിൽ ഈ ലൈമ എന്ന് പറയുന്ന നിഷാദ് എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ള കടയിലെ ദൃശ്യങ്ങൾ പൂർണ്ണമായും കാണിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ചൂരൽമല ജംഗ്ഷനിലെ അഷറഫിന്റെ കടയ്ക്ക് മുന്നിലാണ്. അതിപ്പോൾ ഭാഗികമായി ഇവിടെ ശുചീകരണ പ്രവൃത്തികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും ചെളി നിറഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നതിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തോളം ചെളി നിറഞ്ഞ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അത്രമാത്രം വലിയ നഷ്ടം ഇവിടെ ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. ഈ അഷറഫ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ആ നഷ്ടത്തെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ വ്യക്തമാക്കും. എത്ര നഷ്ടം ഉണ്ടായിട്ടുണ്ട്, എന്താണ് ഇവിടുത്തെ ഒരു പൊതുസ്ഥിതി? അത് നിങ്ങളുടെ ദൃശ്യങ്ങൾ കണ്ടു, അത് ഭയങ്കര ഭയാനകമായ ദൃശ്യങ്ങളാണല്ലോ. ഏകദേശം ഒരു 20 ലക്ഷം രൂപയുടെ സാധനങ്ങൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ സാധനങ്ങളെല്ലാം ഇവർ വിവിധ സന്നദ്ധ പ്രവർത്തകരൊക്കെ വന്ന് കഴുകി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ഉപയോഗശൂന്യമല്ല. അത് അവരുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് അവർ നമുക്കൊരു സേവനം ചെയ്തു തരാണ്. കാരണം എന്ന് വെച്ചാൽ അത് വിൽപ്പനയ്ക്കൊന്നും ഇനി പറ്റില്ല. അപ്പോൾ അവരിത് ഈ ചളിയിൽ ഇങ്ങനെ പൂണ്ട് കിടക്കുന്നത് കാണാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അത് അവർ ചെയ്തു തരുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇനി എല്ലാ സാധനങ്ങളും ഉള്ള ഒരു ഷോപ്പാണത്. കാരണം നമുക്ക് ഈ ഹയർ സെക്കൻഡറി സ്കൂൾ അടുത്തുള്ളതുകൊണ്ട് കൂടുതൽ സ്റ്റേഷനറിയാണ് ഉള്ളത് സ്കൂൾ കുട്ടികൾക്കുള്ളത്. ആ സ്കൂള് അത് ഇങ്ങനെ ആയതുകൊണ്ട് ഇനി നാളെ എന്ത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ ആശങ്ക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എങ്ങനെ ഇത്രയും 10-30 വർഷമായിട്ട് ഒരു ഉപജീവന മാർഗമായിട്ട് കൊണ്ടുവരുന്ന ഷോപ്പായിരുന്നു, അതാണ് ഈ രീതിയിൽ നശിച്ചത്. ഇപ്പോൾ ഈ കാണുന്ന പുഴയോരത്താണ് വീടും ഈ ഒരു പ്രളയത്തിൽ വാസയോഗ്യമല്ലാത്തത് നശിച്ചുപോയി. ഇനിയിപ്പം വിവിധ ഇത്തരം ഇങ്ങനെ ഈ ഒരു നവീകരണങ്ങൾ വർഷാവർഷം ഓരോ നവീകരണം ചെയ്യുമ്പോഴും വിവിധ ബാങ്കിൽ നിന്നൊക്കെ വായ്പ എടുത്തിട്ടാണ് ചെയ്യാറ്. അങ്ങനെയുള്ളൊരു ഗ്രാമമാണ്. ഇപ്പോൾ വലിയ നഷ്ടത്തിലാണ്, വലിയ മാനസിക പ്രയാസത്തിലാണ്. ഇനി നാളെ എന്താണെന്നുള്ളതാണ് വലിയ ചോദിച്ചത്. എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് ഇനി കരപറ്റിയെടുക്കാൻ പറ്റുക, ഇനി എങ്ങനെയാണ് ഇതൊക്കെ ഒന്ന് സാധ്യമാക്കുക എന്നുള്ളതാണ്.
എന്തായാലും ആ നഷ്ടത്തിന്റെ കണക്ക് ഇദ്ദേഹം തന്നെ പറഞ്ഞു. 20 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങൾ ഒഴുകി പോയിട്ടുണ്ട്. അതായത് അത് എല്ലാം ഈ ചൂരൽമലയ്ക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ, മുണ്ടക്കൈക്കും വേണ്ടതെല്ലാം തന്നെ ഈ കടയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർണ്ണമായും നശിച്ച ഒരവസ്ഥ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ശുചീകരണ പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സന്നദ്ധ സംഘടനകൾ, ടീം വെൽഫെയർ ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ SYSന്റെ സാന്ത്വനം ടീം ഒരു ഭാഗത്ത്, DYFIയുടെ യൂത്ത് ബ്രിഗേഡ് ഒരു ഭാഗത്ത്, അങ്ങനെ ഈ ശുചീകരണ പദ്ധതികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ചെളി അടിഞ്ഞതിൻ്റെ എത്രത്തോളം വലിയ അളവിലാണ് ചെളി അടിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം പുഴ വഴി മാറി ഇവിടേക്ക് ഒഴുകി ഈ ചൂരൽമല ജംഗ്ഷനെ പൂർണ്ണമായും തുടച്ചെടുത്തുകൊണ്ട് കടന്നു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ ഇതാ ഒരു സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സംഘം ഒരു ഭാഗത്ത് ശുചീകരണ പരിപാടികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഇവിടെ ബേക്കറികളുണ്ട്, പലചരക്ക് കടയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ചായക്കടകളുണ്ട്, അങ്ങനെ വിവിധ മൊബൈൽ ഷോപ്പുകളുണ്ട്, അങ്ങനെ വിവിധ തരത്തിലുള്ള കടകളെല്ലാം തന്നെയുള്ള പ്രദേശമാണിത്. ഇവിടെയാണ് ഈ വിധത്തിൽ ഇങ്ങനെ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. വ്യാപാരികളെ സംബന്ധിച്ച് കനത്ത രീതിയിലുള്ള നഷ്ടം തന്നെയാണ് ഈ ദുരന്തവുമായി, മഹാദുരന്തവുമായി സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ആ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പലരും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള സഹായങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സഹായമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ CCTV ദൃശ്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ നടുക്കം സൃഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുള്ളത്. അത്രമാത്രം വലിയ അളവിൽ ഈ വെള്ളം ഇരച്ചു കയറുകയും ഒപ്പം ചെളിയും തടിയും മറ്റുമെല്ലാം തന്നെ അടിഞ്ഞു കൂടി ഇത് മൊത്തം തകർന്ന് തരിപ്പണമാകുന്ന രീതിയിലേക്കായിരുന്നു ഈ ഒരു സംഭവം, ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ഈ ഫ്രണ്ട്സ് ബേക്കറി, ഫ്രണ്ട്സ് ബേക്സിലെ ആ കടയുടെ ഭാഗമായുള്ള ആ സാധനങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ കട തുടങ്ങിയത് ഏതാണ്ട് ഈ ദുരന്തമുണ്ടാകുന്നതിന് 4 ദിവസം മാത്രം മുമ്പ് തുടങ്ങിയ ഉബൈദിൻ്റെ കടയാണിത്. ഈ തലേ ദിവസം ഇവിടെ എത്തി ഞങ്ങളൊരു ചായ കുടിച്ചൊരു കടയാണിത്. ആ കടയിൽ അദ്ദേഹത്തിൻ്റെ മകൾ ഇർഷാനയും പുറത്ത് ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്നു. ആ കടയാണിത്. ആ കടയ്ക്ക് അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത നമ്മൾ നൽകിയിരുന്നു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള 5 ലക്ഷം രൂപ ധനസഹായമായി ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ ബേക്കറിയെ സംരക്ഷിക്കാൻ വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി പ്രാഥമിക തുക എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കൈമാറിയിരുന്നു. ആ തുകയെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ ഈ കട 4 ദിവസം മുമ്പ് മാത്രം തുടങ്ങിയ കടയാണ് ഈ ഫ്രണ്ട്സ് ബേക്സ് ആൻഡ് ഹോട്ട് ആൻഡ് കൂൾ എന്ന് പറയുന്ന ഈ സ്ഥാപനം. അങ്ങനെ വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിക്കുന്ന അനുഭവമാണ് ഈ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അതോടൊപ്പം തന്നെ ഈ ചൂരൽമല പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ CCTV ദൃശ്യങ്ങൾ ഏറെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ളത് തന്നെയാണ്. വെള്ളം പതുക്കെ ഇരച്ചു കയറി അത് പൂർണ്ണമായും ഒരു പ്രദേശത്തെ നക്കിത്തുടച്ച് കടന്നു പോകുന്ന വിധത്തിലേക്ക് അത്രയും വലിയ ഒരു ഉരുൾപൊട്ടൽ തന്നെയാണ് ഇവിടെ സംഭവിച്ചതിൻ്റെ നേർസാക്ഷ്യമാണിത്. വലിയ രീതിയിലുള്ള നഷ്ടം, കനത്ത നഷ്ടം തന്നെയാണ് ഇവിടുത്തെ വ്യാപാരി സമൂഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ആ വ്യാപാരി സമൂഹത്തിന് നഷ്ടം എന്ന് പറഞ്ഞാൽ അത് 20 മുതൽ 60 ലക്ഷം വരെ ഒരു കടയിൽ നിന്ന് വരെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതിജീവിച്ചേ പറ്റൂ. അതുകൊണ്ടുള്ള അതിജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള ഇടപെടൽ, അതുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ, അതാണ് വിവിധ സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പലരും ലോൺ എടുത്ത ആളുകളാണ്, ലോൺ എടുത്ത് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച ആളുകളാണ്. കാലങ്ങളായി, ഏതാണ്ട് 30 ആണ്ടുകളായി ഇവിടെ ഈ കട ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അഷറഫിക്ക പറഞ്ഞത്. കാരണം അദ്ദേഹത്തിൻ്റെ കട ഈ ചൂരൽമലയ്ക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം തന്നെയുള്ള കടയായിരുന്നു. ആ കടയാണ് ഈ നിലയിൽ തകർന്ന് തരിപ്പണമായിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് മറ്റൊരു സ്ഥാപനം നമുക്ക് കാണാം ഒരു ഭാഗത്ത്. അതായത് ആദ്യ കട നമുക്ക് കാണുമ്പോൾ, അതായത് ഇവിടെ CPIMൻ്റെ ഒരു ചൂരൽമല ലോക്കൽ കമ്മിറ്റി ഓഫീസ്, VK കുഞ്ഞിക്കണ്ണൻ സ്മാരക മന്ദിരം പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. അതിനോട് ചേർന്നാണ് ഈ കടകളൊക്കെ കാണാൻ കഴിയുന്നത്. അവിടെ ആ ഒരു കടയിൽ ചളി എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങൾ വഴി നമുക്ക് കാണാൻ കഴിയും. കാരണം അത്രയും ചളി കയറിയ അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളപ്പാച്ചിൽ, ആ ഉരുൾപൊട്ടൽ, ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇത്. കഴിഞ്ഞ ദിവസം, അതായത് ഈ പലരും വലിയ രീതിയിൽ വായ്പ എടുത്തുകൊണ്ട് തുടങ്ങിയ സംരംഭങ്ങളാണ്. ആ സംരംഭങ്ങൾക്കാണ് ഈ വിധത്തിലുള്ള വലിയ നാശം സംഭവിച്ചിരിക്കുന്നത്. ഇനി അതിജീവിക്കുക എന്നുള്ള വഴിയിലേക്ക് തന്നെയാണ് മുണ്ടക്കൈക്കാരും പുഞ്ചിരിമട്ടംകാരും ചൂരൽമലക്കാരും പോകുന്നത്. മറ്റൊരു വഴിയിൽ അതിന് സർക്കാരിൻ്റെ ഇടപെടൽ വേണം, സന്നദ്ധ സംഘടനകളുടെ സഹായം വേണം, സുമനസ്സുള്ള മനുഷ്യരുടെ എല്ലാം തന്നെ പിന്തുണയും ഈ മണ്ണിന് ആവശ്യമുണ്ട്. അത്തരത്തിലുള്ള പിന്തുണ ആർജിക്കുകയാണ് ഇനി അടുത്ത പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളെ, അപകട മേഖലയിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കേണ്ടതുണ്ട്. അത്തരം നടപടികളിലേക്കാണ് ഇനി കടക്കേണ്ടത്. ഗോകുൽ. സുജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. സുജിത്ത് തുടരുക. സുജിത്തിലേക്ക് എത്താം. ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് വിപിൻ സി വിജയനും ഒപ്പം കൽപ്പറ്റ SKMJ സ്കൂളിലെ ക്യാമ്പിൽ നിന്ന് സുഹേൽ മുഹമ്മദും കൂടി ചേരുന്നുണ്ട്. ആദ്യം വിപിൻ സി വിജയനിലേക്കാണ്. വിപിൻ, നമ്മളാം നടക്കുന്ന CCTV ദൃശ്യങ്ങൾ അത് സംബന്ധിച്ച് സുജിത്ത് ഇപ്പോൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അതിജീവന പാതയിലാണല്ലോ ചൂരൽമല. ഇന്നത്തെ കാഴ്ചകൾ, ആ അതിജീവനത്തിന്റെ വാർത്തകൾ എന്തൊക്കെയാണ് വിപിൻ?
ഉന്മേഷ്, പ്രധാനമായിട്ടും ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളത് 530ഓളം കുടുംബങ്ങളാണ്. ഈ 530 കുടുംബങ്ങളിലായി ഏകദേശം 1000-ലേറെ ആളുകളുമുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ആശങ്കകൾ, ഇനി അങ്ങോട്ടേക്കുള്ള ജീവിതം, ഇതിലാണ് ഇനി അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ വേണ്ടത്. എത്രയും വേഗം അവർക്ക് സഹായങ്ങൾ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. സർക്കാരിൻ്റെ അടിയന്തര ധനസഹായമായിട്ടുള്ള 10,000 രൂപ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് 614 പേർക്കാണ് ഇതിനോടകം നൽകിയിരിക്കുന്നത്. ഇനിയും ആ പണം കിട്ടാനുള്ളവരുണ്ട്. അതായത് ഇന്നത്തേക്ക് 20 ദിവസമായി ഇത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നൽകുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് അത് എടുത്ത് ആണ് നൽകുന്നത്. ഈ 20 ദിവസവും 10 രൂപ പോലും കയ്യിൽ എടുക്കാനില്ലാതെ അത്രയും അന്ന് രാത്രി ദയനീയമായി ഇവിടെ നിന്നും വിട്ടുപോയ ആളുകളാണ്. അപ്പോൾ എത്രയും വേഗം അവർക്ക് ആ പണം എത്തിക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യമായി തന്നെ എടുക്കേണ്ടത്. അതിലിപ്പോൾ 614 പേർക്ക് ആ തുക കൊടുത്തു കഴിഞ്ഞു. അതിൽ നിന്ന് തന്നെ ചില ബാങ്കുകൾ EMI പിടിച്ചു എന്നുള്ള പരാതികളും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ ഏറ്റവും ആദ്യഘട്ടത്തിൽ തന്നെ പരിഹരിക്കേണ്ടതാണ്. അതിൽ ബാങ്കുകളെ സംബന്ധിച്ച് ബാങ്കേഴ്സ് സംസ്ഥാന തല സമിതി നാളെ യോഗം ചേരുന്നുണ്ട്. അത് ഈ മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഇപ്പോൾ കേരള ബാങ്ക് മാത്രമാണ് ഒരു നിലപാടെടുത്തിരിക്കുന്നത്. മരിച്ചവരുടെയും വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടവരുടെയും വായ്പ എഴുതി തള്ളുക എന്നൊരു തീരുമാനത്തിലേക്ക് കേരള ബാങ്ക് മാത്രമാണ് കടന്നിരിക്കുന്നത്. മറ്റു ബാങ്കുകളിലേക്കും ഇവിടെ ഈ ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെടെയുള്ളവയിലാണ് പ്രധാനമായും ഇവരുടെയൊക്കെ അക്കൗണ്ട് ഉള്ളതും ഈ കടകളും വീടുകളും എടുത്തതിലൂടെ വായ്പകളുള്ളതും എല്ലാം. ഇത് എഴുതി തള്ളണം, ഇത് പൂർണ്ണമായും എഴുതി തള്ളണം എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അക്കാര്യത്തിലൊക്കെ നാളെ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതും നാളത്തെ യോഗം വളരെ നിർണായകമായ ഒന്നാണ്. മറ്റൊന്നുള്ളത് ഈ DNA ടെസ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. DNA ടെസ്റ്റ് 401 DNA ടെസ്റ്റുകൾക്ക് ഇതിനോടകം കൊടുത്തിരിക്കുന്നത്. ഇന്ന് 128 പേരെ ആയിരുന്നു ഇന്നലെ വരെ കാണാതെ ഇരുന്നത്, ഇനിയും കണ്ടെത്താനുണ്ടായിരുന്നത്. അതിൻ്റെ കരട് പട്ടിക ഇപ്പോൾ സർക്കാർ പുതുക്കിയിട്ടുണ്ട്. അത് 119ആയി കുറഞ്ഞിട്ടുണ്ട്. അതായത് 9 പേരുടെ DNA ടെസ്റ്റിലൂടെ ആരാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അക്കാര്യങ്ങൾ മന്ത്രിസഭാ ഉപസമിതിക്ക് ശേഷമായിരിക്കും ഒരു വിശദീകരണം ഉണ്ടാവുക. ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ളൊരു വിശദീകരണം ഇനി ഉണ്ടാവുകയുള്ളൂ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അദാലത്ത് വരും ദിവസങ്ങളിൽ തന്നെ ഇവിടെ വെച്ച് നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന വെള്ളാർമല സ്കൂളായാലും അതുപോലെ തന്നെ മുണ്ടക്കൈ സ്കൂളായാലും അവിടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളത് പ്രധാനമാണ്. 600ഓളം കുട്ടികൾ ഈ 2 സ്ഥലങ്ങളിലായി ദുരിതബാധിതരായി ഇപ്പോൾ ക്യാമ്പുകളിലുണ്ട്. അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ ഇന്നത്തെ ഒരു തെരച്ചിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ NDRFും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുമാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത്. അത് ഈ പടവെട്ടിക്കുന്ന് എന്നൊരു പ്രദേശത്താണ് ഇന്ന് ഫയർഫോഴ്സിൻ്റെ തിരച്ചിൽ നടന്നത്. അതായത് ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രത്തിലെ ആ ഒരു പ്രദേശത്ത് മാത്രമാണ്. ഇന്ന് കൂടുതൽ ആളുകൾ അവരുടെ വീടുകളിലേക്ക് എത്തുകയും അവിടെ എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് തിരഞ്ഞ് വരികയും ചെയ്യുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഫയർഫോഴ്സ് ചെയ്തത്. കാരണം അവരുടെ കാറ് പൂർണ്ണമായും മണ്ണിൽ പുതഞ്ഞു കിടക്കുന്നു, അല്ലെങ്കിൽ വീടുകൾ ഇരുന്ന സ്ഥാനത്ത് അവിടുന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട രേഖകളോ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള സാധനങ്ങളോ ഉണ്ടെങ്കിൽ അത് തിരയാൻ ഒരു സഹായം എന്ന രീതിയിലാണ് ഇന്ന് ഫയർഫോഴ്സ് പ്രവർത്തിച്ചത്. അവർക്കൊരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ ഈ രീതിയിൽ ഇങ്ങനെ ഇവിടേക്ക് കുടുംബങ്ങൾ വന്ന് അവരുടെ വീടിരുന്ന സ്ഥലങ്ങൾ തിരയുന്ന സ്ഥലത്ത് പ്രധാനമായും സഹായിക്കുക എന്നുള്ളതായിരിക്കും ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോഴത്തെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിലേക്ക് മാറുന്നുണ്ട്. ഒരു ഉച്ചവരെ വെയിലാണെങ്കിൽ അതിനുശേഷം ഒരു മഴയുടെ സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ചൂരൽമല മുണ്ടക്കൈ പ്രദേശത്ത് ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥയും. ഉന്മേഷ്, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ന്യൂസ് ഈവനിംഗിലേക്ക് ഇപ്പോൾ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ രാജഗോപാൽ കമ്മത്തി, വയനാട് ദുരന്തം നമ്മുടെ മുൻപിലുണ്ട്. ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ കാലാവസ്ഥ വ്യതിയാനം, കാലാവസ്ഥ മാറ്റമൊക്കെ ഒരു ഭാഗത്ത് വലിയ ചർച്ചയാകുന്നു. താങ്കളുടെ പുതിയ ആ കുറിപ്പ് വായിക്കുകയായിരുന്നു. ഈ പശ്ചിമഘട്ട മേഖലയിൽ ഇത്തരത്തിൽ വലിയ ചുരുങ്ങിയ സമയം കൊണ്ട് വലിയ മഴ പെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾ അതിൽ വിശദീകരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് വ്യക്തമാക്കാമോ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്? അതെ, ഇപ്പോൾ അടുത്ത കാലത്താണ് ഈ എയറോസോൾസിനെ കുറിച്ചിട്ടുള്ള ഒബ്സർവേഷൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളിപ്പോൾ എയറോസോൾസ് എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ ധൂളീകണങ്ങളാണ്. അതിൻ്റെ നമ്മൾ അളക്കുന്നത് എയറോസോൾ ഒപ്റ്റിക്കൽ ഡെപ്ത് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്സിലാണ് അത് അളക്കുന്നത്. അപ്പോൾ ഞാൻ പരിശോധിച്ചപ്പോൾ കേരളത്തിലെ ചിലയിടങ്ങളിൽ വളരെയധികം എയറോസോൾ കണ്ടൻറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നു. എയറോസോൾസ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ നിന്നുണ്ടാകും. കാരണം സമുദ്രത്തിലെ ലവണങ്ങൾ ഈ തിരമാലകൾ വഴിയും കാറ്റ് വഴിയുമൊക്കെ അന്തരീക്ഷത്തിലേക്ക് കടക്കും. അത് മാത്രവുമല്ല, നമ്മുടെ ഓർഗാനിക് മാറ്റർ, സമുദ്രത്തിലെ ഓർഗാനിക് മാറ്ററും നമ്മുടെ തീരദേശത്ത് നടത്തുന്ന വേസ്റ്റ് ഡംപിങ്ങിൽ നിന്നുള്ള അതിൻ്റെ മാറ്ററും ഈ എയറോസോളായിട്ട് മുകളിലേക്ക് ഉയർന്നു പൊങ്ങി അത് പതിയെ കാറ്റിലിങ്ങനെ വന്ന് മലമ്പ്രദേശത്തേക്ക് പോവുകയാണ് പതിവ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചിലയിടങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. കോഴിക്കോട്, നിലമ്പൂർ, വയനാട്,
ആ മേഖലകളിൽ വളരെ മലപ്പുറം അവിടെ ഈ കോഴിക്കോട് തീരദേശത്തുള്ളതിനേക്കാൾ 2 മടങ്ങ് എയറോസോൾ കണ്ടൻറ്റ് കൂടുതലായിട്ട് കണ്ടു. അതായത് 0.126 ആണ് കോഴിക്കോടെങ്കിൽ ഒരു ഏറ്റവും കൂടിയ അളവിൽ, അത് വയനാട് എത്തുമ്പോൾ ഏകദേശം 300, നിലമ്പൂരെത്തുമ്പോൾ ഏകദേശം അതിനടുത്ത്, മലപ്പുറത്ത് ഏറ്റവും കൂടുതലാണ്. തെക്കോട്ട് വരുമ്പോൾ അത് കുറഞ്ഞു വരുന്നുണ്ട്, ഇടുക്കിയിലും ഉണ്ട്, ആ ഭാഗത്തൊക്കെ ഉണ്ട്. അതിനുശേഷം തെക്കോട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ മേഖലയിലാണ് കോഴിക്കോടിൻ്റെ മലയോര മേഖല, വയനാടിൻ്റെ മലയോര മേഖല, കൽപ്പറ്റയ്ക്കപ്പുറം മലകളുടെ ഇപ്പുറമാണ് ഏറ്റവും കൂടുതൽ എയറോസോൾ കണ്ടൻറ്റ് കാണുന്നത്. ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ഒന്ന് ഈ സീ സോൾട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതിനുശേഷം മറ്റ് മനുഷ്യനിർമ്മിതമായ പ്രവർത്തനങ്ങൾ, ഒന്ന് ട്രാഫിക്, കാറുകൾ, ബസ്സുകൾ, അങ്ങനെയുള്ള വാഹനങ്ങളിൽ നിന്നുള്ള പാർട്ടിക്കുലേറ്റ് മാറ്റർ, PM2.5 എന്ന് പറയുന്നത് 2.5 മൈക്രോമീറ്ററിന് താഴെയുള്ള കണങ്ങളാണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ. അത് മാത്രവുമല്ല, മറ്റ് പ്രവർത്തനങ്ങൾ, അതായത് ക്വാറിയിങ് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നുള്ള ധൂളി-ശകലങ്ങൾ, എയറോസോൾസ്, ഇതെല്ലാം കൂടി ചേർന്ന് മലഞ്ചെരുവിലൂടെ ഉയർന്നു പൊങ്ങും. അതിനെ പറയുന്ന ഓറോഗ്രാഫിക് ലിഫ്റ്റ് എന്നാണ്. ആ ഓറോഗ്രാഫിക് ലിഫ്റ്റിലൂടെ ഉയർന്നു പൊങ്ങുമ്പോൾ അവിടെയുള്ള മേഘങ്ങൾ വലുതാകും. അത് മലിനമായ മേഘങ്ങളാവും, ഡേർട്ടി ക്ലൗഡ്സ്. ഈ ഡേർട്ടി ക്ലൗഡ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതിൽ ക്ലൗഡ് കണ്ടൻസേഷൻ ന്യൂക്ലിയ എന്ന് പറയുന്ന മഴത്തുള്ളികൾ ഉദ്ഭവിക്കുന്ന ഇടങ്ങൾ വളരെ വലുതാകും. അതായത് ഈ മാലിന്യവും കൂടെ ചേർന്ന് ഈ മഴത്തുള്ളികൾ വളരെ വലുതായി, പിന്നെ അതുമാത്രമല്ല അതിൻ്റെ മേഘങ്ങളുടെ ഘനവും കൂടി ഒറ്റയിടത്ത് നിശ്ചിതയിടത്ത് വളരെ ശക്തിയായ മഴ തുടർച്ചയായിട്ട് പെയ്യും. ആ മേഘം മുഴുവൻ പെയ്ത് തീരും. അപ്പോൾ അതാണ് വയനാട് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, വയനാടിൻ്റെ മലനിരകൾക്കിപ്പുറം നിലമ്പൂർ, മലപ്പുറം ഒക്കെ വൾണറബിളായിട്ടുള്ള സ്ഥലമാണ്. കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ധൂളിശകലങ്ങൾ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ക്വാറികളുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. 67 ലീഗൽ ക്വാറികളുണ്ട്. ഇല്ലീഗൽ എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. അതുപോലെ മലപ്പുറത്തും ഉണ്ട് ഇല്ലീഗൽ ക്വാറീസും ലീഗൽ ക്വാറീസും ഉണ്ട്, നിലമ്പൂരും ഉണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടൽ നാശം വിതച്ച മേഖലകളാണ് വയനാട്, നിലമ്പൂർ, മലപ്പുറം തുടങ്ങിയ മേഖലകൾ. അപ്പോൾ വളരെയധികം ശ്രദ്ധ ഈ കാര്യത്തിൽ. ഇപ്പോൾ ഡോക്ടർ രാജഗോപാൽ കമ്മത്തി, കാലാവസ്ഥാ വ്യതിയാനം, ഈ ചൂരൽമല ഒപ്പം മുണ്ടക്കൈ ഇവിടങ്ങളിലെയും ഈ ഉരുൾപൊട്ടൽ, അതിന് കാരണം, ആ ദുരന്ത കാരണമെന്ന് പറയുന്നത് ശക്തമായ മഴയാണെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ശക്തമായ മഴ എന്ന് പറയുന്നത് ഒരു പുതിയ പ്രതിഭാസമാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ മഴ പെയ്യുക ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായി എന്നുള്ളത്. ഇപ്പോൾ അതിൻ്റെ കൃത്യമായ കാരണങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ആ നിലക്കുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇനിയും ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകത അത് കൂടുതൽ ഇപ്പോൾ ശക്തമാവുകയല്ലേ ഈ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ? ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്. മിസ്റ്റർ ഉന്മേഷ്, ഞാനൊരു ഷോക്കിംഗ് ആയിട്ടുള്ള വിവരം പങ്കുവയ്ക്കാം 24ൻ്റെ പ്രേക്ഷകരുമായിട്ട്. ഇതൊരു പ്രകൃതി ദുരന്തമല്ല, ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണ്. കാരണം കഴിഞ്ഞ ഏകദേശം 2011 മുതലുള്ള ഈ പ്രദേശത്തിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഞാൻ പരിശോധിച്ചപ്പോൾ 2019 ശേഷം പുഞ്ചിരിമട്ടം മലയുടെ മുകളിൽ വളരെയധികം വലിയ നശീകരണ പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതായത് ആ പീക്കിന് തൊട്ട് താഴെ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ തൊട്ട് വശത്ത് 20 മീറ്റർ അപ്പുറത്തായിട്ട് ഒരു ക്വാറി ഉണ്ടായിരുന്നു. അത് 2019, 20, 21, 22, 23 വരെ 23 ആയപ്പോൾ വളരെ വലിയ നശീകരണ പ്രവർത്തനം അവിടെ നടന്നിട്ടുണ്ട്. അവിടെ മാൻമെയ്ഡ് ഒരു തിട്ട പോലൊരു സംഭവം, ഒരു വൃത്താകൃതിയിലുള്ള ഒരു സ്ട്രക്ചർ, പിന്നെ 5 or 6 വലിയ പാറ കുഴിച്ചെടുത്ത സ്ഥലങ്ങളിൽ വെള്ളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. പിന്നെ പാറ ഖനനവും അവിടെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടലുണ്ടായത്. പക്ഷേ ഈ തവണത്തെ ഉരുൾപൊട്ടലിൽ ആ പ്രദേശത്തിൻ്റെ ഒരു ഭാഗവും കൂടി ഒഴുകിപ്പോയി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ട്രിഗർ പുഞ്ചിരിമട്ടം മലയുടെ മുകളിലുണ്ടായിരുന്ന ക്വാറിയായിരുന്നു എന്നുള്ളതാണ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ആദ്യമായിട്ടാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത്. മഴയാണ് ഒരു കാരണം, മഴ പെയ്തത് കൊണ്ടാണ് ഉരുൾപൊട്ടിയത്. പക്ഷേ ഉരുൾപൊട്ടി ഉണ്ടാകേണ്ടത് ചെറിയ ദുരന്തമായിരുന്നു. വളരെ ചെറിയ രീതിയിൽ കുറച്ചൊക്കെ ഒരു സാധാരണ ഉരുൾപൊട്ടൽ ഉണ്ടാകും, ചെറിയൊരു നശീകരണമൊക്കെ നടത്തി അതങ്ങ് ഒഴുകിപ്പോകുമായിരുന്നു. പക്ഷേ ഈ ട്രിഗർ വലുതാകാൻ കാരണം, ഒരു പ്രദേശം മൊത്തം ആ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരാൻ കാരണം എന്ന് പറയുന്നത് ഈ ക്വാറിയാണ്, പുഞ്ചിരിമട്ടം മലയുടെ മുകളിലുള്ള ക്വാറി. നമ്മുടെ റിപ്പോർട്ടർമാർ അത് കണ്ടു കാണാൻ വഴിയില്ല, കാരണം അത് വളരെ മുകളിലാണ്. ഏകദേശം താഴെ നിരപ്പിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മുകളിൽ വൃക്ഷങ്ങളുടെ ഇടയിൽ മറച്ചു വെച്ചിരിക്കുകയാണ് ആ സ്ഥലം. അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടലുണ്ടായത്. അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഇല്ലാതായി. ജിയോളജിക്കൽ സർവേക്കാരോ മറ്റവിടെ അന്വേഷണം നടത്തിയവരോ ഒന്നും ഇത് കണ്ടില്ല. കാണാൻ കഴിയില്ല, കാരണം അത്രത്തോളം ഉയരത്തിലാണ്. അവിടെ എന്ത് പ്രവർത്തനമാണ് ഇതിൽ കൂടുതൽ നശീകരണം എനിക്കറിയില്ല. ഇത് ഒരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ആരെങ്കിലും ഇത്തരത്തിലുള്ള ഒരു മണ്ടത്തരം അവിടെ കാണിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മനുഷ്യനിർമ്മിത ദുരന്തമെന്ന്. അത് മാത്രവുമല്ല, മുണ്ടക്കൈ ടൗണിൽ 3 ക്വാറികളുണ്ടായിരുന്നു.
ആ ക്വാറികളിലെല്ലാം ഇപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. ഒരു സ്ഥലത്ത് ഇപ്പോഴും ക്വാറിങ് നടക്കുന്നുണ്ടായിരുന്നു, അതായത് ഈ സംഭവത്തിന് മുമ്പ്. അതെല്ലാം ഒഴുകിപ്പോയി. ഈ സമയത്ത് ഇതെല്ലാം ഒഴുകിപ്പോയി. അവിടെയൊക്കെ വെറുതെ മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്നും കണ്ടറിയില്ല. പക്ഷെ നമുക്ക് സഹായത്തിലെത്തുന്നത് കഴിഞ്ഞ 4 വർഷം മുമ്പ് മുതൽ ഇങ്ങോട്ടെടുത്ത ഉപഗ്രഹ ചിത്രങ്ങൾ അത് കള്ളം പറയില്ല. കാരണം അവിടെ ഇത്രയും പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. മനുഷ്യർ ചെന്ന് താമസിച്ചു, തീർച്ചയായിട്ടും അവിടെ സെറ്റിൽമെൻ്റ് ഉണ്ടായി, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോൾ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാവും. പക്ഷേ ചില വ്യക്തികൾ അവിടെ വളരെയധികം വലിയ പാരിസ്ഥിതിക നാശം വരുത്തി വെച്ചിട്ടുണ്ട്. അവരാണ് ഇതിന് ഉത്തരവാദികൾ. ഈ വലിയ ദുരന്തത്തിന് ഉത്തരവാദികൾ. നമ്മൾ കാലാവസ്ഥയെ പഴിക്കുന്നതിന് പകരം ഇവരെയാണ് പഴിക്കേണ്ടത്. ഇവരാണ് ഇതിന് ഉത്തരവാദികൾ. ഈ മലയുടെ മുകളിൽ ക്വാറി ഉണ്ടാക്കിയവരും അതിന് താഴെ 3 വലിയ ക്വാറികൾ ഉണ്ടാക്കിയവരും. 3 മാത്രമേ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടുള്ളൂ. എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഏകദേശം 12-14 ദിവസം സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാണ് ഇത് കണ്ടെത്തിയത്. 3 ദിവസം മുമ്പാണ് ഇത് കണ്ടത്. വളരെ ഷോക്കിംഗ് ആണ് അത് ശരിക്കും. അപ്പം പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരിടത്ത് നിശ്ചിതമായ മഴ, ഇത്രയും പോപ്പുലേഷൻ കൂടിയതുകൊണ്ട് ഇത്രയും പാരിസ്ഥിതിക നാശം നമ്മൾ പുറത്തൊക്കെ വരുത്തി വെക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വലിയ അളവിലുള്ള മഴ തീർച്ചയായിട്ടും ഇനി പ്രതീക്ഷിക്കണം. എല്ലാ മൺസൂണിലും നമ്മൾ പ്രതീക്ഷിക്കണം. പക്ഷേ ഇതിൻ്റെ ആഘാതം അഗ്രവേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്, ഇതിൻ്റെ ട്രിഗറിന് കാരണമായിട്ട് വന്നിട്ടുള്ളത് മനുഷ്യരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പുഞ്ചിരിമട്ടം മലയുടെ മുകളിലുള്ള ക്വാറിയാണ് ഇതിൻ്റെ ട്രിഗർ. അതിനെ തീർച്ചയായിട്ടും പഠിച്ച് അത് അത്തരം കാര്യങ്ങൾ മറ്റിടങ്ങളിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കണം. മറ്റ് മലനിരകളിലുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിർത്തണം. അല്ലെന്നുണ്ടെങ്കിൽ വലിയൊരു ദുരന്തത്തിലേക്കാണ് നമ്മൾ കാൽവെത്ത് വെക്കാൻ പോകുന്നത്. ശരി, താങ്കൾ ദയവായി തുടരുക ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്. ഇപ്പോൾ സുഹേൽ കൂടി ചേരുന്നുണ്ട്. കൽപ്പറ്റ SKMJ സ്കൂളിലെ ക്യാമ്പിൽ നിന്നാണ് സുഹേൽ മുഹമ്മദ് ചേരുന്നത്. സുഹേൽ, അങ്ങനെ അതിജീവന പാതയിലാണ് ഈ ചൂരൽമലയും മുണ്ടക്കയും ഒക്കെ. ഈ ക്യാമ്പിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? എത്ര കുടുംബങ്ങൾ ഇപ്പോഴും ഈ ക്യാമ്പിലുണ്ട്? അവർ എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പങ്കുവയ്ക്കുന്നുണ്ട്? സുഹേൽ. ഉന്മേഷ, നേരത്തെ നമ്മൾ കാണിച്ച ദൃശ്യങ്ങളിൽ തന്നെ ഈ ഒരു ദുരന്തം അത് എത്രത്തോളം ആഘാതമുണ്ടാക്കിയെന്നൊക്കെ ഏറെക്കുറെ വെളിവാകുന്നതാണ്. നമ്മോട് സംസാരിച്ച സുജിത്തിനോട് പ്രതികരിച്ചൊരു വ്യാപാരി അഷ്റഫ്, അദ്ദേഹം പറഞ്ഞു 8 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു, വീട് പോയി. അങ്ങനെ ഇത്തരത്തിലുള്ള മനുഷ്യർ പതിയെ പതിയെ ആ കണ്ട കാഴ്ചയുടെയും നടുക്കത്തിന്റെയൊക്കെ ഭീതിജനകമായ കാഴ്ചകളിൽ നിന്ന് മെല്ലെ മെല്ലെ മാറാൻ ശ്രമിക്കണം. അവർ അതിജീവന പാതയിലാണ്. ഞാൻ ക്യാമ്പിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പോൾ ഒരു അതിഥി ചേരുന്നുണ്ട്. കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ TJ ഐസക് ആണ്. ഇദ്ദേഹമാണ് ഈ കൽപ്പറ്റ മേഖല, ആകെ വയനാട്ടിൽ 10 ക്യാമ്പുകളാണ്. ഇതിൽ കൽപ്പറ്റ മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 ക്യാമ്പുകളുടെ മുഴുവൻ കോർഡിനേഷൻ നടത്തുന്ന ഇദ്ദേഹമാണ്. ഐസക് വക്കീൽ, ഇപ്പോൾ നിലവിൽ പുനരധിവാസം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഡീപ്പോളിലും ഇവിടെയും 120 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രത്തോളം ആളുകൾ? 128 കുടുംബങ്ങളാണ് കൽപ്പറ്റ നഗരസഭ പരിധിയിൽ ഉണ്ടായിരുന്നത്. ഈ ഉരുൾപൊട്ടലുണ്ടായ അന്ന് വൈകുന്നേരം തന്നെ ഇതിൽ ഭൂരിഭാഗം കുടുംബങ്ങളും ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. അപ്പോൾ വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് പ്രാഥമികമായി ക്യാമ്പിൽ അവർക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ബെഡ്, അല്ലെങ്കിൽ അടിസ്ഥാന ആവശ്യങ്ങൾക്കുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. നഗരസഭയുടെ ഭാഗത്തു നിന്നും റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ വളരെ കാര്യക്ഷമമായ ഒരു ഇടപെടലുണ്ടായി. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. പതിയെ ഇപ്പോൾ എത്ര ആളുകൾ ഉണ്ടാവും ഈ ക്യാമ്പിലൊന്ന്? ഈ 2 ക്യാമ്പുകൾ? 2 ക്യാമ്പിൽ ഇപ്പോൾ 68 കുടുംബങ്ങൾ ഉണ്ടായിരുന്നതിൽ ഇപ്പോൾ 60 കുടുംബങ്ങൾക്കും താൽക്കാലികമായ ഒരു ഇൻ്ററിം സെറ്റിൽമെൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം, താൽക്കാലികമായ വീടുകളിലേക്ക് അവർ മാറിക്കഴിഞ്ഞു. 8 കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. ആ 8 കുടുംബങ്ങളിൽ തന്നെ 4 കുടുംബങ്ങൾ കൂടി. കാരണം നമ്മൾ ഈ ക്യാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ മുണ്ടക്കൈ വിക്ടിംസ് എന്ന് പറയുന്നത് അവരോട് പോകാൻ നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ക്യാമ്പിൽ നിന്ന് മാറണമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി അവർക്ക് കൂടി ഇഷ്ടപ്പെട്ട, ഇപ്പം ഞങ്ങൾ കണ്ടുപിടിക്കുന്ന റൂമുണ്ട്, ഇപ്പം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ കണ്ടുപിടിച്ച റൂമുണ്ട്. ഞങ്ങളുടെ ഒരു NULM നാഷണൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള ഒരു ഹോസ്റ്റലുണ്ടായിരുന്നു. ആ ഹോസ്റ്റലിൽ ഇപ്പോൾ ഞങ്ങളൊരു ചെറിയ മോഡിഫിക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ റൂമിൽ ഒരു പാർട്ടീഷൻ നടത്തി കിച്ചൺ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ കിച്ചൺ ഉണ്ടായി കഴിയുമ്പോൾ ഞങ്ങൾ അവിടേക്കൊരു 8 കുടുംബങ്ങളെ ഞങ്ങൾക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവർക്ക് കൂടി ഇഷ്ടപ്പെട്ട, ഇപ്പോൾ ഒരു വാടക വീട് കണ്ടുപിടിക്കുമ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ട അതുപോലെയുള്ള വീടുകളോ റൂമുകളോ അവർക്ക് കൂടി ഇഷ്ടപ്പെട്ടത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് മാറുന്നത്. നമ്മുടെ കൽപ്പറ്റ മുനിസിപ്പൽ ചെയർമാൻ സംസാരിച്ചത് നിലവിൽ വയനാട് ജില്ലകളിലായി നേരത്തെ വിപിൻ സി വിജയൻ പറഞ്ഞതുപോലെ 10 ക്യാമ്പുകൾ 527 കുടുംബങ്ങളാണ്. അതിൽ കൽപ്പറ്റയിൽ 2 ക്യാമ്പുകളാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് SKMJ, മറ്റേത് ഡീപോൾ. ഈ 2 ക്യാമ്പുകളിൽ ഈ ദുരന്ത കഴിഞ്ഞതിന് പിന്നാലെ 120 കുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആകെ തുകയിൽ 2 ക്യാമ്പുകളിലായി ഏകദേശം 28 കുടുംബങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതായത് പുനരധിവാസം അതിന്റെ മാക്സിമത്തിൽ എത്ര വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമോ അതിന്റെ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ മാസം 20-നകം എല്ലാവർക്കും വാടക വീടുകൾ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ
വാടകകൾ കണ്ടെത്തുമ്പോൾ നമ്മളിപ്പോൾ ചെയർമാൻ പറഞ്ഞതുപോലെ അവിടെ ഈ കൂട്ടമായി അല്ലെങ്കിൽ വളരെ അടുത്ത് ഇടപഴകി ജീവിച്ച മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തെ മനുഷ്യരാണ്. അവർ വലിയ ദൂരങ്ങളിലേക്ക് മാറേണ്ടി വരുന്നൊരു വേദന അവർക്കുണ്ട്. പക്ഷേ സാങ്കേതികമായും ആ വേദന അവർ ഉൾക്കൊണ്ടേ മതിയാവും. കാരണം വയനാടിൻ്റെ ഒരു പരിമിതമായ സ്ഥിതിയിൽ കെട്ടിടങ്ങൾ ലഭിക്കാൻ ചെറിയ പരിമിതികളുണ്ട്. ഇപ്പോൾ നിലവിൽ ഏറ്റവും മുൻഗണന നൽകിയിരിക്കുന്നത് ഈ ദുരന്തമുണ്ടായ മുണ്ടക്കൈ സമീപത്തിന് ഭാഗമുള്ള മേപ്പാടി, അമ്പലവയൽ, വടുവഞ്ചാൽ, ഈ കൽപ്പറ്റ, വൈത്തിരി മേഖലകളിലാണ്. ചിലർക്ക് ഒരു 10-40 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാനന്തവാടി അടക്കം വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീട് കൊടുക്കുമ്പോൾ ഒരു മുൻഗണന, അതായത് ഈ മേഖലയോട് ചേർന്ന് പഠിക്കുന്ന കുട്ടികൾ, ഉപജീവനം നടത്തുന്ന മനുഷ്യർ, ഇവരെയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു മുൻഗണന നൽകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകും എന്നതിൽ ഒരു വ്യക്തതയില്ല. എന്ത് തന്നെയാലും 20-നകം പരിപൂർണമായ രീതിയിൽ വീടുകൾ കൊടുക്കാനും അതിനപ്പുറത്തേക്ക് ഈ അടിയന്തര ധനസഹായം 10,000 രൂപ നമ്മളൊരു പെർസെന്റ് എടുക്കുന്ന ഒരു 60% ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് മറ്റുള്ളവർക്ക് വൈകുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആ ഒരു പ്രോസസ്സിംഗ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചക്കുള്ളിൽ ഈ അടിയന്തര ധനസഹായം നൽകാനാകും. അതിന് പുറമെ നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഉപജീവനം മുടങ്ങിയ മനുഷ്യർക്ക്, ഇവിടെ അതിജീവിച്ചവർക്ക് 300 രൂപ വീതം കുടുംബത്തിന് നൽകുമെന്നുള്ള കാര്യം. അത് ഒരു മാസത്തേക്ക് പ്രഖ്യാപിക്കാൻ നമ്മൾ ഈ പറയുന്നത് പോലെ ഡിസാസ്റ്റർ ഫണ്ട് മാനേജ്മെന്റ് അതോറിറ്റിയുടെ അനുവാദം മതി. അതിൽ നിലവിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു 3 മാസത്തേക്ക് തുടരാനുള്ള ഒരു ആലോചനയുണ്ട്. ഇതിന് കേന്ദ്ര അനുമതി വേണം. ഈ അനുമതിക്ക് വേണ്ടിയുള്ള അപേക്ഷയും കേന്ദ്രം നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാം വേണ്ടപ്പെട്ട നഷ്ടപ്പെട്ടു, സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷേ അതിജീവിച്ച് മതിയാകൂ, ജീവിതം മുന്നോട്ട് പോയേ തീരൂ. അങ്ങനെ അതിജീവിക്കേണ്ട മനുഷ്യന് ഇപ്പോൾ നിലവിൽ വേണ്ട അടിസ്ഥാനമായ ചില സൗകര്യങ്ങളുണ്ട്. വാടക വീട്, ആ വീടുകൾ ഗൃഹോപകരണങ്ങൾ, അതിനപ്പുറത്തേക്ക് ഉപജീവന മാർഗം, ആ ഉപജീവന മാർഗം കണ്ടെത്തുന്നവരെ അവരുടെ ദൈനംദിന ചെലവുകൾ കഴിഞ്ഞു പോകാനുള്ള തുക. അങ്ങനെ ഈ 4 കാര്യങ്ങൾ പ്രധാന ഫാക്ടറാക്കിക്കൊണ്ട് അത് നൽകിക്കൊണ്ട് ഒരു താൽക്കാലിക പുനരധിവാസം ഉറപ്പിക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അത് 20-നകം പൂർത്തിയാക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടിയന്തര ധനസഹായ വിതരണം അതിനോടൊപ്പം തന്നെ ചേരും. പിന്നെ ഒരു അതിജീവിച്ചതിനെ സംബന്ധിച്ച് മുന്നോട്ടുള്ളത് അവർ മാസാമാസം അടക്കുന്ന EMI-കളാണ്. EMI-കളിൽ ബാങ്ക് ലോണുകളുടെ വായ്പകളിൽ നാളെ ഒരു ധാരണയാകും. അതിനപ്പുറത്തേക്ക് ഈ പല EMI-കൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എടുത്ത EMI-കൾ, വാഹനത്തിന്റെ അടവുകൾ, ഇതുമായി ബന്ധപ്പെട്ട് EMI-കളെല്ലാം അവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇതിലടക്കം ഒരു തീരുമാനം ഉണ്ടാകണമെന്നാണ് അവർ പറയുന്നത്. കാരണം ക്യാമ്പുകളിൽ നിന്ന് മാറി വീടുകളിലേക്ക് പോയാലും ഒരു ഉപജീവനം, ഒരു പഴയ ഒരു ജീവിതത്തിലേക്ക് അവർ തിരിച്ചെത്താൻ സമയമെടുക്കും. പഴയൊരു വരുമാനത്തിന്റെ രീതിയിലേക്ക് തിരിച്ചെടുക്കാൻ സമയമെടുക്കും. ആ സമയം വരെ അവരെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽപ്പ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരിതബാധിതരുടെ ഒരു ലിസ്റ്റ് എടുത്തുകൊണ്ട് അവർക്ക് EMI, മറ്റ് ഹോം അപ്ലയൻസ് EMI-കൾ, വാഹന അടവുകൾ, ഇതിലടക്കം ഒരു മൊറട്ടോറിയം നൽകണം എന്ന ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ ആവശ്യം കൂടി പരിഗണിച്ചാൽ അതിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയോജനമാകും. നമ്മളിപ്പോൾ ഈ ക്യാമ്പുകൾ സ്വകാര്യത നമുക്ക് നിയന്ത്രണമുണ്ട്. അതിനപ്പുറത്തേക്കൂടെ സ്വകാര്യത മാനിച്ചാണ് ഉള്ളിൽ പോകാത്തത്. ഉള്ളിൽ പോകാൻ നമുക്ക് നിയന്ത്രണം. പക്ഷേ നമ്മൾ നേരത്തേക്ക് കണ്ട കാഴ്ചകളുണ്ട്. കുട്ടികളെല്ലാം അന്നൊക്കെ വളരെ കലങ്ങിയ കണ്ണുകളോടെ കണ്ട ചില കുട്ടികളെല്ലാം ഇപ്പോൾ ചെറിയ ചെറിയ വിനോദങ്ങളിലൊക്കെ ഏർപ്പെട്ട് അവർ പതിയെ അതിജീവനത്തിൽ, മനുഷ്യരിങ്ങനെയാണ്, അതിജീവിച്ചേ മതിയാകൂ. അങ്ങനെ ആ ഭീകരതയും നടുക്കും അവരുടെ മനസ്സിലുണ്ടെങ്കിലും അതിജീവിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് അവർ ഉണ്ടാക്കുകയാണ്. കാരണം അവരെല്ലാം അംഗീകരിക്കുകയാണ് ഒറ്റപ്പെട്ടവർ ഇല്ലാതായതിന്റെ വേദന, സകലം നഷ്ടപ്പെട്ടതിന്റെ വേദന. പക്ഷേ ഈ വേദനകൾ തന്നെ തങ്ങി നിന്നാൽ അവർക്ക് മുന്നോട്ട് പോകാനാകില്ലെന്ന തിരിച്ചറിവ് അവരിലേക്ക് ഉണ്ടാകുന്നുണ്ട്. ആ തിരിച്ചറിവിൽ തന്നെ അവർക്ക് പരിപൂർണമായ ജീവിതത്തിൽ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നത്. അങ്ങനെ പതിയെ നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ തെരച്ചിൽ ഏകദേശം ഏറെക്കുറെ അവസാനിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു പ്രാഥമിക തെരച്ചിൽ ഫേസ് ഒക്കെ കഴിഞ്ഞതിനപ്പുറത്തേക്ക് അതിജീവനം അത് എത്രയും വേഗം സാധ്യമാക്കുക. ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന 10-ലധികം സ്കൂളുകളിൽ അധ്യയനം മുടങ്ങുന്നുണ്ട്. ആ അധ്യയനത്തിൽ സ്കൂളുകളിൽ അധ്യയനം പുനരാരംഭിക്കുക. അതേപോലെ ക്യാമ്പുകളിലുള്ള കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും അടിസ്ഥാനപരമായ സൗകര്യം, നേരത്തെ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞതുപോലെ അവരെ മറ്റ് സ്കൂളുകളിലേക്ക് മാറ്റി അവിടെ പഠനം തുടരുന്ന കാര്യങ്ങൾ ഒരുക്കുക. അങ്ങനെ ഒരു മനുഷ്യായുസിൽ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു ദുരന്തത്തിന്റെ ബാക്കിപത്രമായ അതിജീവിതർ, അവരിപ്പോൾ ശാരീരികമായി മാത്രം അതിജീവിച്ചത്, അവരെ മാനസികമായി അതിജീവിപ്പിക്കാൻ എന്തൊക്കെ സാധിക്കുമോ അതെല്ലാം അതിന്റെ പരിപൂർണമായ വേഗത്തിൽ ചെയ്തു തീർക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടം അപ്പം സംസ്ഥാന സർക്കാരും ആലോചിക്കുന്നത്. അതിന് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നത്. ചുരുക്കം ചില പരാതികളൊക്കെ അവിടെ ഇവിടെ ഉണ്ടെങ്കിലും പരാതികൾക്ക് അപ്പുറത്തേക്ക് എഫിഷ്യന്റായി തന്നെ രീതികൾ മുന്നോട്ട് പോകുന്നു. പക്ഷേ അടിയന്തര സഹായ വിതരണത്തിലൊക്കെ മുൻഗണനാക്രമം പാലിക്കുന്നില്ല എന്ന രീതിയിൽ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ആ കാര്യത്തിലടക്കം വിശദമായ ഒരു പരിശോധന നടത്തുമെന്ന് തന്നെയാണ് അധികൃതർ നമ്മളെ അറിയിച്ചത്. ഉന്മേഷ്, ശരി. സുഹൈൽ മുഹമ്മദാണ് ഇപ്പോൾ കൽപ്പറ്റ SKMJ സ്കൂളിലെ ക്യാമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നമ്മൾ തിരികെ എത്തും. ഇപ്പോൾ ഈ അതിജീവനം അത് ഏത് തരത്തിൽ നടക്കുന്നു മറ്റു മേഖലകളിൽ എന്നുകൂടി നമ്മൾ പരിശോധിക്കും. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്, ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഈ കാലാവസ്ഥയിൽ വരുന്ന മാറ്റം അത് എത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടാക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഒരു ഭാഗത്ത് അതിജീവനം നടന്നു വരികയാണ്, ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണല്ലോ ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ, മുൻകരുതലുകൾ. ആ നിലയ്ക്ക് കൂടി സർക്കാരിൻ്റെ അടക്കം ഇടപെടലുകൾ ഇപ്പോൾ മാറുന്നതായി താങ്കൾ കരുതുന്നുണ്ടോ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത്? സർക്കാർ നിസ്സഹായരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് ഈ ക്വാറികളെ ഒന്നും നിയന്ത്രിക്കാനായിട്ട് സാധിച്ചില്ല. ഇല്ലീഗൽ ക്വാറിങ് തടയാനൊന്നും സാധിച്ചിട്ടില്ല. നമ്മൾ എത്രയോ കാലമായിട്ട് ഈ കൂട്ടിക്കൽ മുതൽ
പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇതുപോലെ മൃതദേഹങ്ങൾ വാരിയെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ പ്രോഗ്രാം നിർത്തണം. അതായത് നിങ്ങൾ ഈ ഇല്ലീഗൽ ക്വാറിയിങ്ങും ലീഗൽ ക്വാറിയിങ്ങിൻ്റെ പേരിൽ നടത്തുന്ന വ്യാപകമായ ക്വാറിയിങ്ങും നിർത്തണം. വളരെയധികം നിയന്ത്രിതമായിട്ട് മാത്രമേ പശ്ചിമഘട്ടത്തിൽ ഇനി ക്വാറിയിങ് നടക്കാം. അതും എക്കോ സെൻസിറ്റീവ് സോൺ ഒഴിവാക്കിക്കൊണ്ട് മറ്റിടങ്ങളിൽ, അതായത് വലിയ പാരിസ്ഥിതിക നാശമില്ലാത്ത ഇടങ്ങളിൽ, അതായത് പശ്ചിമഘട്ടം ഒഴിവാക്കിക്കൊണ്ടുള്ള ഇടങ്ങളിൽ ക്വാറിയിങ് നടത്തുക. കാരണം മനുഷ്യർക്ക് പാറയൊക്കെ വേണമല്ലോ, വീടൊക്കെ വെക്കാൻ പാറയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരിസ്ഥിതിക്ക് ഒരു ഹാനിയും വരാത്ത ഇടങ്ങൾ കണ്ടുപിടിച്ച് അവിടെ സർക്കാരിൻ്റെ വലിയ നിയന്ത്രണത്തിൽ ക്വാറിയിങ്, ഒന്നുകിൽ അത് ദേശസാൽക്കരിക്കുക ക്വാറിയിങ് മൊത്തം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും നിയന്ത്രണ മാർഗങ്ങൾ കൊണ്ടുവരിക. ഇപ്പോൾ തികച്ചും നിസ്സഹായരാണ്, ഹെൽപ്ലെസ്. അതായത് ദ ഗവൺമെൻറ് ഈസ് ഹെൽപ്ലെസ്. അതായത് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ക്വാറികളെന്ന് പറയുന്നത്, ഈ ക്വാറികൾ നീരാളിപ്പിടുത്തം പോലെ പിടിച്ചിരിക്കുകയാണ്. കേരളത്തെ നീരാളികളെ പോലെ പിടിച്ച് വരിഞ്ഞ് മുറക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വലിയ ദുരന്തം ഉണ്ടായത്. 500-ലധികം ആളുകൾ മണ്ണിനടിയിൽ പോകാനായിട്ടുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഇല്ലീഗലായിട്ടുള്ള നശീകരണ പ്രവർത്തനമാണ്. ഞാൻ പറഞ്ഞ നേരത്തെ പുഞ്ചിരിമട്ടം മലയുടെ മുകളിൽ നമ്മൾ ഒരിക്കലും കരുതാത്ത ഇടങ്ങളിൽ, റിപ്പോർട്ടേഴ്സൊന്നും കടന്നു ചെന്നാത്ത ഇടങ്ങളിൽ ഇപ്പോൾ പഠനം നടത്തിയിട്ടുള്ള സർക്കാരിൻ്റെ ആ സംഘം അവിടെ എങ്ങും എത്തിപ്പോലും നോക്കിയിട്ടില്ല. കാരണം അവർക്ക് നടന്നവിടെ എത്താൻ പറ്റില്ല. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആകട്ടെ ഒട്ടും ആ ഭാഗത്തേക്ക് പോയില്ല. അവർ മഴയെ പഴിച്ചുകൊണ്ടാണ് പോയത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറച്ച് നാൾ മുമ്പ് 2012 പുല്ലൂരംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉരുൾപൊട്ടലുണ്ടായി. കോഴിക്കോടിൻ്റെ സബർബിലാണത്. അവിടെ അവർ പറഞ്ഞൊഴിഞ്ഞത് അത് ക്ലൗഡ് ബേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒഴിയാൻ നോക്കി. പക്ഷേ ഞാനന്ന് അവിടെ ഉണ്ടായിരുന്നു, തിരുവമ്പാടിയിൽ. അപ്പോൾ എനിക്കിത് വ്യക്തമായിട്ട് അറിയാം ഇത് ഉരുൾപൊട്ടലായിരുന്നു എന്നുള്ളത്. ചുറ്റുപാടും ക്വാറികളുള്ള ഒരു ഇടമാണ് പുല്ലൂരംപാറ. അവിടെയാണ് ഉരുൾപൊട്ടലായി കുറേ പേർ മരിച്ചത്, കുട്ടികളുൾപ്പെടെ. ഇപ്പോഴും നോക്കിക്കോളൂ, 50ഓളം കുട്ടികളുടെ മരണം, എത്രയോ ആളുകളുടെ ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ശരിക്കും അവിടെ ഇത്തരത്തിലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇതിന് കാരണമായിട്ട് വന്നിട്ടുള്ളത്. ആ സ്ലോപ്പിൽ നോക്കിക്കോളൂ, വളരെ വലിയ റെക്റ്റാങ്കുലർ ആകൃതിയിൽ വലിയ കുളങ്ങൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ചിലയിടത്ത് ക്വാറികളുണ്ട്, ചെറിയ രീതിയിൽ പാറഖനനം അവിടെ നടക്കുന്നുണ്ട്. ഈ ലാറ്ററൈറ്റ് കട്ടകളുടെ ഖനനം നടത്തുന്നുണ്ട്. റോഡുകളുടെ പേരിൽ വലിയ വലിയ കുഴികൾ കുഴിച്ച് നീളത്തിനുള്ള കുഴികൾ കുഴിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളിൽ വ്യക്തമാണ്. ഈ പരിസ്ഥിതിക്കുള്ള നാശം ഒഴിവാക്കാതെ ഒരിക്കലും നമ്മൾ ഈ ദുരന്തം നമ്മളെ വിട്ടുമാറില്ല. ഇപ്പോൾ വയനാടാണെന്നുണ്ടെങ്കിൽ മറ്റ് നാളെ നിലമ്പൂർ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ മലപ്പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ മലമ്പ്രദേശങ്ങളിലായിരിക്കും. കാരണം ഈ എയറോസോൾ കണ്ടൻറ്റ് ഞാൻ പറഞ്ഞ പോലെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ മഴ സമയത്ത് മേഘങ്ങൾ ഇങ്ങോട്ട് ഒഴുകി വരുന്ന സമയത്ത് എയറോസോൾ കണ്ടൻറ്റ് കൂടി മേഘങ്ങൾ വലുതാകും. നേരത്തെ കോസ്റ്റൽ ഏരിയയിൽ മഴ കൂടുതൽ പെയ്തു ഈ മൺസൂണിൻ്റെ തുടക്കത്തിൽ. എന്താ കാരണം എന്ന് പറയുന്നത്, കളമശ്ശേരിയിലും ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പെയ്തു. എന്താ കാര്യം എന്ന് വെച്ചാൽ, എറണാകുളത്തെ ഏറ്റവും ഉയരമുള്ള പ്രദേശം എന്ന് പറയുന്നത് കളമശ്ശേരിയാണ്. അതുപോലെ തിരുവനന്തപുരത്ത് ആ വഞ്ചിയൂർ സ്ഥലവും ആലപ്പുഴയിലും ഉണ്ട്. അപ്പോൾ ആലപ്പുഴയിൽ എയറോസോൾ കണ്ടൻറ്റ് കൂടി. കാരണം അത്രത്തോളം എയറോസോൾ കണ്ടൻറ്റ് വരാനുള്ള കാരണമുണ്ട്. കാരണം ബണ്ടിൽ നിന്നും മറ്റുമൊക്കെ ഈ ഓർഗാനിക് മാറ്റർ കൂടുതലായിട്ട് ഒഴുകിച്ചെല്ലുന്നത് ആലപ്പുഴയുടെ തീരദേശത്തേക്കാണ്. ഈ 3 ഇടങ്ങളിൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വളരെ ശക്തമായ മഴ ആദ്യഘട്ടത്തിൽ പെയ്തു. രണ്ടാമത്തെ ഘട്ടത്തിൽ കാറ്റിന് ശക്തി വെച്ചപ്പോൾ അത് മലമ്പ്രദേശങ്ങളിലേക്ക് ഒഴുകിപ്പോകാൻ തുടങ്ങി. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള എല്ലാ മാലിന്യവും ഒഴുകി നേരെ വായുവിലൂടെ ഒഴുകിയെത്തുന്നത് വയനാടൻ മലനിരകളിലേക്കാണ്. ഈ ക്വാറിയിലെയും വാഹനങ്ങളിലെയും മറ്റ് ഇൻഡസ്ട്രിയൽ എമിഷൻസും എല്ലാം ഇങ്ങനെ ഉയർന്നു പൊങ്ങിച്ചെല്ലുന്നത് വയനാടൻ മലനിരകളിലേക്കാണ്. നമുക്കറിയാം പുഞ്ചിരിമട്ടം മല എന്ന് പറയുന്നത് അതിൻ്റെ വളരെ ഉയരത്തിലുള്ളതാണ്. 2.5 കിലോമീറ്ററോളം ഉയരമുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന്. അതിൻ്റെ മുകളിലേക്കാണ് ഇത്രയും വലിയൊരു മേഘഭാഗം തങ്ങി നിന്ന് ആ പ്രദേശത്താകെ ഇത്രയും വലിയ ശക്തമായ മഴ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു പ്രസ്താവന ഞാൻ ഉണ്ട്, അടുത്ത 50 വർഷത്തേക്ക് പുഞ്ചിരിവട്ടത്തേക്ക് മഴ പെയ്യത്തില്ല എന്ന്. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ ആർക്കും കഴിയില്ല. ചിലപ്പോൾ അടുത്ത വർഷം ഉണ്ടാകാം, അല്ലെങ്കിൽ അടുത്ത മഴയ്ക്കുണ്ടാകാം. എങ്ങനെയാണ് ഒരു പഠന സംഘം അങ്ങനെ പറയാൻ കഴിയുക? നമുക്ക് പ്രൊഫസി ഒന്നും പറ്റില്ലല്ലോ. കാരണം അവിടെ നശീകരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ആ മലഞ്ചെരിവ് ദുർബലമാണ്, അവിടെ ഇനിയും ഉണ്ടാകും. ചെറിയ ഒരു ഉരുൾപൊട്ടലിൽ ആ മഴവെള്ളം ഒഴുകിപ്പോകേണ്ടതായിരുന്നു ശരിക്കും. പക്ഷേ അവിടെ വരുത്തിയിട്ടുള്ള പാരിസ്ഥിതിക നാശം ആ ഉരുൾപൊട്ടലിനെ വലുതാക്കി. ട്രിഗർ എന്ന് പറയുന്നത് ഒരു വലിയൊരു ട്രിഗറാണ് അവിടെ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഈ ക്വാറിയിങ് പ്രവർത്തനത്തിൽ നിന്ന്. പിന്നീട് താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ മറ്റ് പ്രവർത്തനങ്ങൾ, കാരണം ഗ്രാവിറ്റേഷണൽ ലോഡിംഗ് ഉണ്ടാവും. ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ നല്ല ലോഡിങ്, ഗ്രാവിറ്റേഷണൽ ലോഡിങ്, അതിൻ്റെ വെയിറ്റ് ഉണ്ട്. ഭൂമിക്കത് താങ്ങാൻ കഴിയില്ല. കാരണം സ്പോഞ്ച് പോലെ ആകും ഭൂമി വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ, സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പോൾ. ആ പ്രദേശം മൊത്തം ഇറങ്ങിപ്പോയി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടില്ലേ,
എന്തുമാത്രം ശക്തിയോടുകൂടിയാണ് വെള്ളം ഇങ്ങനെ 1 കിലോമീറ്റർ താഴത്തേക്കാണ് ഒഴുകി വരുന്നത്. ഇത് സ്ലോപ്പാണ്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല എന്ന് പറയുന്നത് സ്ലോപ്പാണ്. അത് സൂചിപ്പാറയിലേക്ക് പോയിട്ടാണ് കറങ്ങിത്തിരിഞ്ഞ് പോത്തുകല്ലിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ സ്ലോപ്പിൽ ഈ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ഒരിക്കലും ഈ രീതിയിൽ അനുവദിക്കാൻ പാടില്ല. ബഹുനില കെട്ടിടങ്ങൾ. അപ്പോൾ മനുഷ്യനിർമ്മിതമായ ദുരന്തം എന്ന് പറയുന്നതിന് പറയാതിരിക്കേണ്ട. അത് തീർച്ചയായിട്ടും മനുഷ്യനിർമ്മിതമായ ദുരന്തമാണ്. അതിൻ്റെ ട്രിഗർ ഉണ്ടാക്കിയതും മനുഷ്യൻ തന്നെയാണ്. പിന്നെ മഴയെ മാത്രം പഴിക്കേണ്ട. മഴ തീർച്ചയായിട്ടും ഒരു കാരണമായിട്ടുണ്ട്. പക്ഷെ മഴ മൂലമുണ്ടാകുന്ന ചെറിയ ഉരുൾപൊട്ടലിനെ ഇത്രയും ഭീതിതമായിട്ടുള്ള ദുരന്തമാക്കിയത് മനുഷ്യർ തന്നെയാണ്. കുറച്ച് പേർ, അവിടെയുള്ള കുറച്ച് പേർ, എല്ലാവരും അല്ല, കുറച്ച് പേർ, അവിടെ തോട്ടത്തൊഴിലാളികളൊക്കെ ഉണ്ട്, അവരുടെ സെറ്റിൽമെൻ്റൊക്കെ ഉണ്ട്, അവരൊന്നും അല്ല. കുറച്ച് പേർ, ആ പ്രകൃതിയിൽ കൈകടത്തിയ കുറച്ച് പേർ, അതിന് കൂട്ടുനിന്നവർ. ഞാൻ കൂട്ടുനിന്നവർ എന്ന് പറയുമ്പോൾ എല്ലാ മേഖലയിലുള്ള കൂട്ടുനിന്ന ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഈ ദുരന്തം ഇത്രയും വലുതായത്. ശരി, താങ്കൾ തുടരുക. ഇപ്പോൾ വിപിൻ സി വിജയൻ ചൂരൽമലയിൽ നിന്ന് തുടരുന്നുണ്ട്. വിപിൻ, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ ഉരുൾപൊട്ടലുണ്ടായ സമയത്തെ ഭീതിതമായ സ്ഥിതിവിശേഷം വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ. അതോടൊപ്പം തന്നെ അവിടെ ഇപ്പോൾ ഈ ചെളി നീക്കം ചെയ്യുന്ന, കടകൾ ശുദ്ധീകരിക്കുന്ന പ്രവർത്തിയൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടല്ലോ. ഈ സന്നദ്ധ പ്രവർത്തകർ ഇപ്പോഴും തന്നെ സജീവമായിട്ടുണ്ടല്ലോ അവിടെ, വിപിൻ. അതെ, ചൂരൽമല ടൗണിലെ എല്ലാ കടകളും വൃത്തിയാക്കലാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ നടക്കുന്നത്. അത് വിവിധ സന്നദ്ധ പ്രവർത്തകരുടെ തന്നെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം തന്നെ നടക്കുന്നത്. പലരും ഈ കഴിഞ്ഞ ദിവസം വന്ന് കട തുറന്നപ്പോഴാണ് ഇത്രയേറെ നാശനഷ്ടം ഉണ്ടായിരുന്നു എന്നുള്ളത്. പലതും വളരെ വേദനാജനകമായിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. കാരണം അന്ന് അടഞ്ഞു പോയ പല ഷട്ടറുകളും തുറക്കാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു. അങ്ങനെ തുറന്നപ്പോഴേക്കും ചളിയും വെള്ളവും നിറഞ്ഞ് അതിനുള്ളിലുള്ള എല്ലാ വസ്തുക്കളും നശിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നശിച്ച 2 കടകളിൽ നിന്ന് ബാക്കിയായ ഈ CCTVയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, അടുക്കി വെച്ചിരിക്കുന്ന പാത്രങ്ങളിലേക്ക് ആദ്യം പതിയെ വെള്ളം വരുന്നു, പിന്നീട് അത് ഒരുമിച്ചാകുന്നു. പെട്ടെന്ന് തന്നെ ഒരു മലവെള്ള പാച്ചിൽ പോലെ ആ ഒരു പ്രദേശം മുഴുവൻ തന്നെ തൂത്തെറിയുന്ന രീതിയിലേക്കും അത് മാറുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ചൂരൽമല പ്രദേശത്ത് മഴ ആരംഭിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഈ ഒരു കാലാവസ്ഥ മാറ്റം ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തേക്ക് കുറച്ചാണെങ്കിൽ പോലും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിലുള്ളൊരു തിരച്ചിലുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സൂക്ഷ്മ പരിശോധന ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. അവരും ഇപ്പോൾ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ചെറിയ ഒരു കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുമ്പോൾ തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇടപെട്ട് ഇവിടെ നിന്നും എല്ലാവരെയും മാറ്റി തുടങ്ങുകയും ചെയ്യുന്നുണ്ട്. പലരും ഇപ്പോഴാണ് ഈ പ്രദേശത്തേക്ക് വീടുകളിലേക്ക് തിരിച്ചു വരുന്നത്. അവർ ഇപ്പോൾ ഈ പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളിലെ ചില വീടുകൾക്ക് അവിടെ താമസയോഗ്യമല്ല, പക്ഷേ വീടുകൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള വീടുകളിലേക്ക് എത്തി അവിടെ നിന്നും സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിനൊക്കെയായി ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ സഹായിക്കാനായി സന്നദ്ധ പ്രവർത്തകരുമുണ്ട്. ഇത്രയുമാണ് ഇപ്പോൾ ഈ ചൂരൽമല പ്രദേശത്തുള്ളൂ. കാരണം ആദ്യം ഉണ്ടായിരുന്ന ഒരു സജീവമായ ജനകീയ തിരച്ചിലെല്ലാം അവസാനിപ്പിച്ചതോടുകൂടി വലിയൊരു ശൂന്യത ഇവിടെയുണ്ട്. ഒരു പേടിപ്പെടുത്തുന്ന ഒരു ശൂന്യതയുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ ഏകദേശം കിലോമീറ്ററുകളോളം കടക്കുകയാണ്. പാറക്കെട്ടുകളും വെള്ളവും മണ്ണും മാത്രമുള്ള പ്രദേശമായി ഇവിടെ മാറുകയാണ്. ഇവിടെ ഏറ്റവും വേഗത്തിൽ വേണ്ട ഇതിനു വേണ്ടി ഒരു പുനരുജ്ജീവനം ഉണ്ടാവുക എന്നുള്ളതാണ്. അതിനിപ്പോൾ നമ്മുടെ രാവിലെ സംസാരിച്ച സൈനുദ്ദീൻ എന്നുള്ള ഒരാൾ പറഞ്ഞിരുന്നു, ഇവിടെ അടുത്തൊരു സ്കൂൾ വേണം എന്നുള്ള ആവശ്യം. കാരണം ഇവിടെ ഈ 2 സ്കൂളുകളും നശിച്ചതോടുകൂടി വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ മുണ്ടക്കൈ സ്കൂളിലെ വിദ്യാർത്ഥികളും ഇപ്പോൾ മറ്റ് സ്കൂളുകളിലേക്കാണ്. അങ്ങനെ അല്ലാതെ ഒരു സ്കൂളിൻ്റെ ആവശ്യകത ഈ പ്രദേശത്തുണ്ട്. അല്ലെങ്കിൽ കിലോമീറ്ററുകളോളം താണ്ടി വേണം കുട്ടികൾ പഠിക്കാൻ പോകാൻ. അങ്ങനെ ഓരോന്നായി തിരിച്ചു പിടിക്കേണ്ട ഒരാവശ്യമുണ്ട്. അതിലൊന്നായി സ്കൂളാണ് ഈ നാട്ടുകാർ ഇപ്പോൾ പറയുന്നത്. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത് ചൂരൽമലയിൽ നിന്ന്. ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് ഉരുൾപൊട്ടലിന് മുൻപും ശേഷമുള്ള സാറ്റലൈറ്റ് ഇമേജുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. റോയിറ്റേഴ്സ് അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഗോകുൽ രവി ചേരും. ഗോകുലിലേക്ക്. മുണ്ടക്കരയും ചൂരൽമലയും തകർത്ത ഉരുൾപൊട്ടലിൻ്റെ പല ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആകാശ ദൃശ്യങ്ങളടക്കം ഹെലിക്യാം ഷോട്ടുകളടക്കം കണ്ടിട്ടുണ്ട്. ഈ പ്രഭവ കേന്ദ്രം ഉൾപ്പെടുന്ന മലമേഖല, അതിലേക്ക് നമ്മൾക്ക് മനുഷ്യർ കടന്നു എല്ലാത്തിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നതാണ്. ഇപ്പോൾ റോയിറ്റേഴ്സ് ഒരു ഡിജിറ്റൽ മൾട്ടിമീഡിയ സാറ്റലൈറ്റ് ഇമേജുകൾ വഴി ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കിയിരിക്കുന്നുണ്ട്. ആ പ്രസൻറ്റേഷനിൽ വാഷ്ഡ് വേ എന്ന പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന ഈ പ്രസൻറ്റേഷനിൽ നമുക്ക് വ്യക്തമായി എന്താണ് അവിടെ സംഭവിച്ചത്. ഇതാ ഈ വെള്ള വരയ്ക്ക് മുമ്പും ശേഷം മുകളിലും താഴെയുമായി കാണുന്നത് ഇത് ഈ ഉരുൾപൊട്ടൽ സംഭവിക്കുന്നതിന് മുമ്പുള്ള സാറ്റലൈറ്റ് ദൃശ്യവും, തൊട്ട് താഴേക്ക് വരുമ്പോൾ ഈ വെള്ളവഴ താഴേക്ക് വരുന്നതോറും ആ ഉരുൾപൊട്ടലിന് ശേഷം ആ ഭൂപ്രകൃതിക്ക് എന്ത് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. വലിയ മഴയെ തുടർന്ന് ആ മലമുകളിൽ പ്രഭവ കേന്ദ്രത്തിൽ ഉരുൾപൊട്ടി വന്ന പ്രദേശത്തെ
മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വരുന്നു. അതേതാണ്ട് 2 കിലോമീറ്റർ ദൂരത്തോളം ആ പ്രദേശത്തൊന്നും ആൾതാമസം ഉണ്ടായിരുന്നില്ല. ആ പ്രദേശങ്ങളിൽ കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഇല്ല. താഴേക്ക് ഒഴുകി വരികയാണ്. അന്ന് നേരത്തെ ഒരു പുഴയായിരുന്നു അത്. പിന്നീട് ഉരുൾപൊട്ടലിന് ശേഷം വലിയ പ്രദേശത്തെ മണ്ണും കല്ലുമെല്ലാം ഒഴിച്ച് വലിയ വീതിയിലേക്ക് അത് മാറുന്നുണ്ട്. ആ പുഴയുടെ വീതി കൂടുന്നുണ്ട്. ആ താഴേക്ക് വരുന്നതാണ്ട് 2 കിലോമീറ്ററിന് ശേഷമാണ് ആൾതാമസമുള്ള പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. അവിടേക്ക് എത്തുമ്പോൾ പോലും ആ ദൃശ്യങ്ങളിൽ നമ്മൾ ഇനി താഴേക്ക് വരുന്തോറും കെട്ടിടങ്ങൾ വരുന്നു. ഇവിടെയാണ് ബിൽഡിങ്ങുകൾ. എത്ര കെട്ടിടങ്ങൾക്ക് ഇതിന് നാശം വന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ വലത്ത് സൈഡിലായി നമ്മൾ കൗണ്ട് കാണുന്നുണ്ട്. 2 ബിൽഡിങ്സ് അവിടെ തുടച്ചു നീക്കപ്പെട്ടു. പിന്നീട് താഴേക്ക് പോകുന്തോറും ആ ബിൽഡിങ്ങുകളുടെ എണ്ണം കൂടുകയാണ്. ഇതാണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് 2-2.5 കിലോമീറ്റർ താഴേക്ക് ആ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് താഴേക്ക് വന്നതിന് ശേഷമാണ് ഈ ജനവാസ മേഖലയിൽ നാശം സൃഷ്ടിക്കുന്നത്. തുടർന്ന് താഴേക്ക് വരുമ്പോൾ മുണ്ടക്കയിലേക്ക് എത്തുന്നുണ്ട്. മുണ്ടക്കയിലേക്ക് വരുമ്പോഴേക്കും ആ ബിൽഡിങ്ങുകളുടെ നിറയെ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശത്തേക്കാണ് ഈ ഉരുൾപൊട്ടി എത്തുന്നത്. അവിടേക്ക് വരുമ്പോൾ നോക്കൂ, 50-ലധികം കെട്ടിടങ്ങൾ തകരുന്നു. പിന്നീട് താഴേക്ക് പോകുമ്പോൾ പോസ്റ്റ് ഓഫീസ്, അതുപോലെ ഒരുപാട് ജനനിബിഡമായ ഒരു ഏരിയ. അത് ഈ അപകടത്തിന് മുമ്പുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ കാണാം. കുറേയധികം വീടുകൾ അവിടേക്ക് ഈ ഉരുൾപൊട്ടി ഇറങ്ങുന്നു. അവിടേക്ക് വരുമ്പോഴേക്കും ഈ പോസ്റ്റ് ഓഫീസ് ഉൾപ്പെടുന്ന മേഖലയിലേക്ക് വരുമ്പോഴേക്കും 77 കെട്ടിടങ്ങൾ. അതിനകത്ത് എത്രയോ ജീവനുകൾ ഉണ്ടായിരിക്കാം, എത്രയോ മനുഷ്യരുണ്ടായിരിക്കാം, എത്രയോ പേരുടെ സ്വപ്നങ്ങളുണ്ടായിരിക്കാം. അതിനെല്ലാമാണ് ഈ മണ്ണും കല്ലും എല്ലാം കൂടി, വെള്ളമെല്ലാം കൂടി ഇരച്ചെത്തി കൊണ്ടുപോകുന്നത്. പിന്നീട് താഴേക്ക് വരികയാണ് ഇനി ചൂരൽമല. ഇപ്പം മുമ്പ് നമ്മൾ കണ്ട CCTV ദൃശ്യങ്ങളൊക്കെ വന്നത് ചൂരൽമലയിൽ നിന്നാണ്. ആ ടൗൺഷിപ്പിലേക്ക് വരുമ്പോഴേക്കും വിശാലമായി അങ്ങനെ പരന്നൊഴുകി ഇവിടെയാണ് ചൂരൽമല സ്കൂൾ ഉൾപ്പെടുന്ന പ്രദേശം. അവിടേക്ക് എത്തുമ്പോഴേക്കും 100 കെട്ടിടങ്ങൾ ഏതാണ്ട് ഈ ഉരുൾപൊട്ടലിൽ തകർന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ചൂരൽമല ഈ ടൗൺഷിപ്പ് കൂടി പിന്നിടുന്ന ദൃശ്യങ്ങളാണ് ഈ സാറ്റലൈറ്റ് ഇമേജിൽ കാണാം. ചൂരൽമല പ്രദേശത്തേക്ക് ഇത് കടന്നു വരുന്നു. ആ കടന്നു വരുന്ന ഘട്ടത്തിൽ ഇവിടെയാണ് വെള്ളാർമല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ച ആ വെള്ളാർമല ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രദേശത്തേക്ക് വരുമ്പോഴേക്കും 183 ബിൽഡിങ്ങുകൾ അവിടെ തകർന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ അതിനെ തുടച്ചു നീക്കിക്കൊണ്ട് മണ്ണെടുത്തുകൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ താഴേക്ക് വരുന്നത്. പിന്നീട് നമുക്ക് നോക്കാം, ഈ ചൂരൽമല ടൗൺഷിപ്പ് ഏരിയ കടന്നുകൊണ്ട് വെള്ളരിമല ഭാഗത്തുകൂടി ഈ ഉരുൾപൊട്ടൽ കടന്നു പോകുന്ന ഘട്ടത്തിൽ 214 ബിൽഡിങ്ങുകളിലേക്കാണ്, അത്രയും കെട്ടിടങ്ങൾ നാമാവശേഷമാകുന്നു. അല്ലെങ്കിൽ അവയെല്ലാം തകർത്തുകൊണ്ടാണ് ഇത് പോകുന്നത്. പിന്നീട് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ ഒരുപാട് തവണ അവസാന ഘട്ടത്തിൽ പോലും തെരച്ചിൽ നടന്ന സൂചിപ്പാറ മേഖലയിലേക്കാണ് എത്തുന്നത്. ആ ചൂരൽമല മുണ്ടക്കയിൽ നിന്ന് തുടങ്ങി പുഞ്ചിരിമട്ടത്ത്, പിന്നീട് മുണ്ടക്കൈ, ചൂരൽമല, അത് കഴിഞ്ഞ് വെള്ളാർമല സ്കൂളും ടൗൺഷിപ്പും എല്ലാം കടന്ന് താഴേക്ക് വരുന്നത് സൂചിപ്പാറയിലേക്കാണ്. ആ സൂചിപ്പാറയിലേക്ക് എത്തുമ്പോൾ ഏതാണ്ട് 215 കെട്ടിടങ്ങൾ മാത്രം 215 കൺസ്ട്രക്ഷൻ തുടച്ചു നീക്കിക്കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ കടന്നുപോയെന്നാണ് റോയിട്ടേഴ്സിൻ്റെ വാഷ്ഡ് അവേ എന്ന ഈ മൾട്ടിമീഡിയ സാറ്റലൈറ്റ് ഇമേജ് വ്യക്തമാക്കുന്നത്. ഗൂഗിൾ രവിയാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ട് അവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ നൽകിയത്. ഉരുൾപൊട്ടലിന് ശേഷവും അതിനു മുൻപും എങ്ങനെയായിരുന്നു ആ മേഖല എന്നതുമായി ബന്ധപ്പെട്ടാണ് അവർ ആ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. വലിയ നാശനഷ്ടം അവിടെ എങ്ങനെ ഉണ്ടായെന്ന് ആ സാറ്റലൈറ്റ് ഇമേജിലൂടെ അവർ വിശദീകരിക്കുന്നുണ്ട്. ഒപ്പം ഈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട അതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ മറ്റൊന്ന്. വലിയ ദുരന്തം എങ്ങനെ ഉണ്ടായി, ആ നടുക്കുന്ന ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് ആ ദുരന്തത്തിൻ്റെ അതിജീവനം നടക്കുന്നതിനിടയ്ക്കാണ് ആ അപകടത്തിൻ്റെ ദുരന്ത വ്യാപ്തി വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ അതിജീവനം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ന്യൂസ് ഈവനിംഗ് പൂർത്തിയാകുന്നു.